ഹായ്, ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വിദ്യാർത്ഥികളും മാത്തമാറ്റിക്സ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ബയോളജി, സയൻസ്, കൊമേഴ്സ് വിദ്യാർത്ഥികൾ അവരുടെ പബ്ലിക് എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായും മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേണിലുള്ള അതേ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും പബ്ലിക് എക്സാമിനേഷനും ചോദിക്കാൻ സാധ്യത. ഓൾറെഡി ബയോളജി, സയൻസ് വിദ്യാർത്ഥികളുടെ മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായും അത് കണ്ട് മനസ്സിലാക്കുക. ബയോളജി, സയൻസ് വിദ്യാർത്ഥികളും കൊമേഴ്സ് വിദ്യാർത്ഥികളും ഒരു പുതിയ ക്വസ്റ്റ്യൻ പരിചയപ്പെടാനുള്ള അവസരമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വർഷത്തെ +1 മോഡൽ എക്സാമിനേഷന് കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ്. തീർച്ചയായും നിർബന്ധമായും കൊമേഴ്സ് മാത്തമാറ്റിക്സ് വിദ്യാർത്ഥികൾ ഈ ക്ലാസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ബയോളജി, സയൻസ് വിദ്യാർത്ഥികൾക്കും ഒരു പുതിയ ക്വസ്റ്റ്യൻ പരിചയപ്പെടാനുള്ള അവസരമാണ്. അവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. സോ ഓൾറെഡി ഫുൾ മാർക്ക് മോർ ദാൻ A+ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള 14 ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടന്റ് തിയറി പോർഷനും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന റിവിഷൻ ക്ലാസ്സസ് 2024 ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ 2024 റിവിഷൻ ക്ലാസ്സസ് പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകൾ കണ്ടുപഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കും. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ആവറേജ് കുട്ടികൾക്ക് ജസ്റ്റ് ഒരു 50% മാർക്ക് മതി എന്നുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സീരീസിലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് മിനിമം 30 മാർക്സ് ഔട്ട് ഓഫ് 60 കിട്ടുന്നതാണ്. A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഷുവർ ക്വസ്റ്റ്യൻ സീരീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ +1 പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. സോ ഈ വർഷത്തെ മോഡൽ എക്സാമിനേഷന് കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻസ് വി ഹാവ് ടു ആൻസർ എനി 6 ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 8 ക്വസ്റ്റ്യൻ ആണ് ഈ 3 മാർക്സ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് 6 എണ്ണം കണ്ടെത്തുക യാതൊരു ബുദ്ധിമുട്ടുമുള്ള കാര്യമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഹാവിംഗ് n എലമെന്റ്സ് ഈസ് ഡാഷ്. ഒരു സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് കാണുന്ന ഫോർമുല എന്താണ്? 2n. ഒരു സെറ്റിനകത്ത് 5 എലമെന്റ്സ് ഉണ്ട് എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്തായിരിക്കും? 2⁵, 32. നിങ്ങൾക്കറിയാം. നെക്സ്റ്റ്, റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് സെറ്റ് 1, 2 അല്ലെ. എല്ലാ സബ്സെറ്റും എഴുതാൻ പറയുമ്പോൾ ആദ്യം നൾ സെറ്റ് എഴുതുക. നെക്സ്റ്റ് ഓരോ എലമെന്റ് ആയിട്ട് സെറ്റിനകത്ത് എഴുതുക. സെറ്റ് 1, then സെറ്റ് 2, then സെയിം സെറ്റ് ഈസ് ഓൾസോ എ സബ്സെറ്റ്. സെറ്റ് 1, 2 4 എലമെന്റ്സ് വരും. ഇതുപോലെ സെറ്റ് 1, 2, 3 തന്നിട്ട് എല്ലാ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ 8 എലമെന്റ്സ് ഇതുപോലെ നമുക്ക് എഴുതുവാൻ സാധിക്കും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, ഇഫ് ഓർഡേർഡ് പെയർ x+1, y+3 ഈക്വൽ ടു ഓർഡേർഡ് പെയർ 5, 6 then x ഈക്വൽ ടു ഡാഷ്. നമുക്കറിയാം രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ x കോർഡിനേറ്റും x കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് x+1 ഈക്വൽ ടു 5 ആയിരിക്കും, y+3 ഈക്വൽ ടു എന്തായിരിക്കും? 6. എന്നിട്ട് അത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. x+1 ഈക്വൽ ടു 5, അപ്പൊ x ഈക്വൽ ടു എന്ത് കിട്ടും? 4. y+3 ഈക്വൽ ടു 6, അപ്പോൾ y ഈക്വൽ ടു എന്ത് കിട്ടും? 6 - 3 ദാറ്റ് ഈസ് 3. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് അതിന്റെ സബ് ക്വസ്റ്റ്യൻ, a ഈക്വൽ ടു സെറ്റ് 1, 2, 3, b ഈക്വൽ ടു സെറ്റ് 4, 5 ഫൈൻഡ് A ക്രോസ് B ആൻഡ് B ക്രോസ് A. മോഡൽ എക്സാമിനേഷന് തൊട്ട് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് 25 ക്വസ്റ്റ്യനിൽ സെയിം ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിരുന്നു. ഓക്കെ, സോ വളരെ സിമ്പിൾ ആണ്. A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ A ക്രോസ് B. എങ്ങനെയാണ് A ക്രോസ് B? സെറ്റ് ഇട്ടിട്ട് ഓർഡേർഡ് പെയർ 1, 4 then 1, 5 then 2, 4 then 2, 5 then 3, 4 then 3, 5. അപ്പോൾ എന്ത് കിട്ടി? A ക്രോസ് B. A ക്രോസ് B എഴുതുമ്പോൾ ഓർഡേർഡ് പെയറിൽ ആദ്യം A എന്ന സെറ്റിലെ എലമെന്റ് എഴുതുക, രണ്ടാമത് B എന്ന സെറ്റിലെ. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് B ക്രോസ് A. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? B എന്ന സെറ്റിലെ എലമെന്റ് സെറ്റ് ഇടുക, ഓർഡേർഡ് പെയർ 4, 1 then 4, 2 then 4, 3 then 5, 1
5,2 5,3 ഓർഡേഡ് പേഴ്സ് എഴുതുക, കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക, സെറ്റിന്റെ നൊട്ടേഷൻ കൊടുക്കുക. നമുക്ക് കിട്ടിക്കഴിഞ്ഞു ബി ക്രോസ് എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ അല്ല എന്ന ഒരു പ്രോപ്പർട്ടിയും ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നെക്സ്റ്റ് ലീനിയർ ഇനിക്വാളിറ്റി എന്ന ചാപ്റ്ററിലെ മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ. സോൾവ് 5x minus 3 less than 17 and represent the solution on number line. Okay, 5x minus 3 less than 17. 5x less than ഈ minus 3 റൈറ്റ് സൈഡ് വരുമ്പോൾ പ്ലസ് 3. അപ്പോൾ 5x less than 17 plus 3 20. ഇവിടെ 5 ഇൻറ്റു ആണ്, അത് ഡിവൈഡ് ചെയ്യണം. x less than 20/5 എന്ത് കിട്ടി? x less than 4. ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇനിക്വാളിറ്റിയെ നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ഓർഡറിൽ എഴുതണം. പോസിറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്താൽ നോ പ്രോബ്ലം. സോ ഇവിടെ സൊല്യൂഷൻ എന്താണ്? എക്സിന്റെ വാല്യൂ 4നേക്കാളും ചെറുതായിട്ടുള്ള റിയൽ നമ്പേഴ്സ്. അതെങ്ങനെ എഴുതും? എക്സ് എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവൽ -∞, 4 അല്ലെ, 4നേക്കാളും ചെറിയ റിയൽ നമ്പർ. ഇവിടെ അടിയിൽ ഈക്വൽ ടു ഉണ്ടായിരുന്നു എങ്കിൽ ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കണം. ഇവിടെ അതില്ലാത്തത് കൊണ്ട് ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി നമ്പർ ലൈനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമ്പർ ലൈൻ വരയ്ക്കുക അല്ലെ, -∞ മുതൽ +∞ വരെയാണ്. റാൻഡം ആയിട്ട് കുറച്ച് നമ്പർ 0 1 2 3 4 5 6 അങ്ങ് എഴുതി. ലെഫ്റ്റ് സൈഡിൽ -1 -2 -3. നമ്മുടെ സൊല്യൂഷൻ എന്താണ്? 4നേക്കാളും ചെറുത്. അപ്പൊ ഈ 4ന്റെ അവിടെ ഒരു സർക്കിൾ ഇടുക, സ്മോൾ സർക്കിൾ. 4നേക്കാളും ചെറിയ വാല്യൂസ് വരുന്ന എങ്ങോട്ടാണ്? ലെഫ്റ്റ് സൈഡിൽ. അതെന്ത് ചെയ്യുക? ഒന്ന് ഡാർക്കൺ ചെയ്യുക. ഇവിടെ ലെസ് ദാൻ എന്നും സ്ട്രിക്ട്ലി എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ഒരു സർക്കിൾ ഇട്ടാൽ മതി. എന്നാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഈ സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡാർക്കൺ ചെയ്യണം. ദാറ്റ് മീൻസ് ഇൻക്ലൂഡിംഗ് 4 എന്ന് കാണിക്കാനാണ് സർക്കിൾ ഇട്ടിട്ട് ഡാർക്കൺ ചെയ്യുന്നത്. ഇവിടെ അതിന്റെ ആവശ്യമില്ല, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. ഓക്കെ, പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി നിർത്തിയാലും നമുക്ക് മാർക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു പ്രോപ്പർട്ടിയാണ് NPN ഈക്വൽ ടു ഡാഷ്. NPN രണ്ടും ഒരുപോലെ വന്നാൽ ആൻസർ n ഫാക്ടോറിയൽ. നെക്സ്റ്റ്, ഹൗ മെനി 3-digit numbers can be formed from the digits 1 2 3 4 and 5 assuming that repetition of the digits is allowed. ഈ 5 ഡിജിറ്റുകൾ ഉപയോഗിച്ച് എത്ര വ്യത്യസ്തമായ 3-digit നമ്പേഴ്സ് ഫോം ചെയ്യാം? എഴുതിയ നമ്പർ വീണ്ടും എഴുതാം. നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? 3 ബോക്സ് ഇങ്ങനെ വരയ്ക്കുക. ആദ്യം ഫസ്റ്റ് പ്ലേസിൽ ഈ 5 എണ്ണത്തിൽ ഏത് വേണം എഴുതാം. അപ്പൊ ഫസ്റ്റ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 5 ways. അടുത്ത സെക്കൻഡ് ബോക്സ് എത്ര രീതിയിൽ ഫിൽ ചെയ്യാം? എഴുതിയത് വീണ്ടും എഴുതാമല്ലോ. അപ്പോൾ ഈ 5 എണ്ണത്തിൽ ഏത് വേണോ എഴുതാം. സോ ദാറ്റ് ബോക്സ് ക്യാൻ ബി ഫിൽഡ് ഇൻ 5 ways. വീണ്ടും തേർഡ് പൊസിഷനിലെ ആ ബോക്സിൽ എന്തെഴുതാം? ഈ 5 എണ്ണത്തിൽ ഏത് വേണോ എഴുതാം, കാരണം റെപ്പറ്റീഷൻ ഈസ് അലൗഡ് ആണ്. സോ ആദ്യത്തെ ബോക്സ് 5, രണ്ടാമത്തെ ബോക്സ് 5, മൂന്നാമത്തെ ബോക്സ് 5. സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു 5 × 5 × 5 യൂസിംഗ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. പിടികിട്ടായിരുന്ന 3 ബോക്സ് വരയ്ക്കുക. ആദ്യത്തെ ബോക്സിൽ എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 5 രീതിയിൽ. രണ്ടാമത്തെയും 5 രീതി, അടുത്തതും 5. അവയുടെ പ്രോഡക്റ്റ് ആണ് റിക്വയർഡ് നമ്പർ ഓഫ് വേസ്. സോ ആൻസർ 125. വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കഥ അറിയണം. നെക്സ്റ്റ്, പരാബോള. ഫൈൻഡ് ഫോക്കസ്, വെർട്ടെക്സ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദ പരാബോള y² = 16x, y² = 4ax എന്ന പരാബോളയുടെ ഷേപ്പ് C ഷേപ്പ് പരാബോള നിങ്ങൾക്കറിയാം. ആ പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? y² = 4ax അല്ലെ. y² = 4ax. ഇവിടെ y² = 16x. കമ്പയർ ചെയ്യുമ്പോൾ 4a = 16. അപ്പോൾ a = 16/4 ദാറ്റ് ഈസ് എന്താണ്? 4 എന്ന് കിട്ടും. സോ പരാബോളയുടെ ഫോക്കസ് കാണുന്ന ഫോർമുല ഇത്. ഒന്നാമത്തെ പരാബോളനെ ആ ഫോർമുല കാണാതെ പഠിക്കുക. a,0 a എന്ന് പറഞ്ഞാൽ 4 ആണല്ലോ. 4,0. വെർട്ടെക്സ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 4 പരാബോളയുടെയും വെർട്ടെക്സ് എന്താണ്? 0,0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4a. a എന്ന് പറഞ്ഞാൽ 4 ആണ്, അല്ലെങ്കിൽ 4a വാല്യൂ എന്താണ്? 16. ഇതുപോലെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് വേണമെങ്കിൽ ചോദിക്കാം. ആൻസർ x = -a എങ്കിൽ x = എന്താണ്? -4. ഇക്വേഷൻ ഓഫ് ആക്സിസ് ചോദിക്കാം. y² വന്നാൽ ആക്സിസ് y = 0. അതൊക്കെ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇവിടെ ഇത് 3 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, പരാബോളയുടെ പ്രോപ്പർട്ടീസ് മസ്റ്റായിട്ട് പഠിക്കുക. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നെക്സ്റ്റ്, ലിമിറ്റ് എന്ന ചാപ്റ്റർ. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് പല കുട്ടികളും സ്കിപ്പ് ചെയ്യുന്നതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ലിമിറ്റ് x ടെൻഡിങ് ടു 0 x + 3. x 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ആണെങ്കിൽ x ന് 0 കൊടുത്താൽ മതി. ഇവിടെ 0 കൊടുക്കുമ്പോൾ 0 + 3. ആൻസർ എന്താണ്? 3. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, ലിമിറ്റ് x ടെൻഡിങ് ടു 2 x⁻⁴ - 16 / x - 2.
ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്ത് ചെയ്യാം. മറ്റൊന്ന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ആണെങ്കിൽ n ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. ഇവിടെ 16 നമുക്ക് എങ്ങനെ എഴുതാം? 2 റൈസ് ടു 4. അപ്പൊ n എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എ റൈസ് ടു 2 റൈസ് ടു എൻ മൈനസ് 1 2 റൈസ് ടു 3 എന്ന് കിട്ടും. 4 ഇൻറ്റു 2 ക്യൂബ് 4 ഇൻറ്റു 2 ക്യൂബ് എന്താണ്? 4 ഇൻറ്റു 8 ആൻസർ 32. അങ്ങനെ ചെയ്യാം. അല്ല എങ്കിൽ ഇവിടെ മറ്റൊരു മാർഗമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എക്സ് റൈസ് ടു 4നെ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 16നെ 4ന്റെ സ്ക്വയർ. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ താഴത്തെ എക്സ് മൈനസ് 2 എക്സ് സ്ക്വയർ മൈനസ് 4 ഇത് 2 സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി വീണ്ടും ഫാക്ടറൈസേഷൻ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ലാസ്റ്റ് അതുപോലെ താഴെയുള്ള എക്സ് മൈനസ് 2 ഈ എക്സ് മൈനസ് 2 ക്യാൻസൽ ചെയ്തു. എന്നിട്ട് എക്സിന് 2 കൊടുക്കുക. 2 പ്ലസ് 2 4 അടുത്ത് ഇവിടെ 2 സ്ക്വയർ 4 പ്ലസ് 4 8 അങ്ങനെ 32. അതായത് നേരത്തെ പറഞ്ഞ ഫോർമുല അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടിക്കും ഈ കഥ ചെയ്യാൻ പറ്റും. ആ രീതിക്കാണ് അവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഫോർമുല യൂസ് ചെയ്യുന്നതാണ് ഈസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പബ്ലിക് എക്സാമിനേഷനും എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ഇവിടെ സൈനിന് പകരം കോസ് ആയിരിക്കും, ചിലപ്പോൾ 1/x അല്ലെങ്കിൽ എക്സ് സ്ക്വയർ. 3-4 പ്രൂഫ് ഉണ്ട്, മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എന്താണ് എച്ച്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഇവിടെ എന്താണ്? സൈൻ എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും? സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ്. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണല്ലോ, ബൈ എച്ച് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇവിടെ സൈൻ ഇത് എ എന്ന് വിചാരിക്കുക മൈനസ് സൈൻ ഈ എക്സ് ബി. അപ്പോൾ ഒരു ഫോർമുലയുണ്ട്, സൈൻ എ മൈനസ് സൈൻ ബി എഴുതി പഠിക്കണം. സൈൻ എ മൈനസ് സൈൻ ബി 2 കോസ് എ പ്ലസ് ബി ബൈ 2 ആംഗിൾ കൂട്ടുക 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 cos a plus b by 2 into sin a minus b by 2 ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ലിമിറ്റ് h ടെൻസ് ടു 0 2 cos ആംഗിൾ കൂട്ടുക x പ്ലസ് എച്ചും എക്സും കൂട്ടിയാൽ 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു സൈൻ ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക x പ്ലസ് എച്ച് മൈനസ് എക്സ് എക്സും മൈനസ് എക്സും പോയാൽ എച്ച് ബൈ എന്താണ് 2 ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഈ ലിമിറ്റ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് ഈ ടേം മാത്രം എഴുതി കോസ് 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഈ സൈൻ എച്ച് ബൈ 2 എഴുതി, ഈ താഴെയുള്ള എച്ച് എഴുതി, ഈ മേളിലിരിക്കുന്ന 2നെ ബൈ 2 എന്ന് എഴുതി. അങ്ങനെ എഴുതാൻ കാരണമുണ്ട്, കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റി ആണ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് വന്നാൽ ആൻസർ 1 ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇവിടെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2, അതുകൊണ്ട് അതിന്റെ ആൻസർ 1. അടുത്ത് ഇവിടെ എച്ചിന് 0 കൊടുത്താൽ 2x ബൈ 2 2 പോയാൽ കോസ് എക്സ് എന്ന് കിട്ടും. സോ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ്. എല്ലാം എഴുതാൻ പറ്റിയില്ലെങ്കിലും ആദ്യത്തെ ആ ഫോർമുല എഴുതുക, സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ട് അവസാനം ഈ ഫോർമുല കാണാതെ പഠിച്ചെഴുതിയാലും മതി, നിങ്ങൾക്ക് കിട്ടും 3 മാർക്ക്. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് ഡേറ്റ. ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. സോ ഈ ഒബ്സർവേഷന്റെ സം ആദ്യം കണ്ടെത്തുക. സിഗ്മ എക്സ് 4 പ്ലസ് 7 പ്ലസ് 8 പ്ലസ് എല്ലാം കൂടെ കൂട്ടുക. കൂട്ടുമ്പോൾ 80 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. എത്ര ഒബ്സർവേഷൻ? അതാണ് n. 1 2 3 4 5 6 7 8 ഒബ്സർവേഷൻ. സോ n ഈക്വൽ ടു 8. മീൻ കാണുന്ന ഫോർമുല 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. എക്സ് ബാർ സിഗ്മ എക്സ് ബൈ n. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ സം 80/8. ആൻസർ എന്താണ്? 10. അടുത്ത് കാണേണ്ടത് സിഗ്മ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ. സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് മൈനസ് എക്സ് ബാർ. ഇതാണ് എക്സ് ഒബ്സർവേഷൻ. ഇതിൽ നിന്ന് എക്സ് ബാർ കുറയ്ക്കുക, എന്നിട്ട് മോഡുലസ് എടുക്കുക. 4ൽ നിന്ന് 10 കുറച്ചാൽ മൈനസ് ആറ്, മോഡുലസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? പ്ലസ് ആറ്. എന്നിട്ട് എല്ലാം കൂടെ സം ചെയ്യണം, അതാണ് പ്ലസ്. അടുത്ത് 7 മൈനസ് 10 എന്താണ്? -3. മോഡുലസ് എടുക്കുമ്പോൾ +3 പ്ലസ്. അടുത്ത് 8ൽ നിന്ന് 10 കുറച്ചാൽ 2 പോസിറ്റീവ് ആയിട്ട് എഴുതിയാൽ മതി. പ്ലസ് 9 മൈനസ് 10 1 പ്ലസ് 10ൽ നിന്ന് 10 കുറച്ചാൽ 0. അടുത്ത് 12 മൈനസ് 10 2, 13 മൈനസ് 10 3, 17 മൈനസ് 10 7. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 24. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കാണുന്ന ഫോർമുല സിഗ്മ മേളിൽ കണ്ടെത്തിയ സാധനം മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ബൈ സ്മോൾ ലെറ്റർ n. സം എന്താണ് കിട്ടിയത്? 24 ബൈ n എത്രയാണ്? 8. 24/8 എന്താണ്? 3. 8 ക്വസ്റ്റ്യൻ ഉണ്ട്. 8ഉം ഒന്നിനൊന്ന് സിമ്പിൾ ആണ്. ഇതിലേതെങ്കിലും 6 എഴുതിയാൽ മതി. ഈ സെക്ഷനിൽ നിന്നുള്ള 18 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് 4 മാർക്സ് ക്വസ്റ്റ്യൻ. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി കാണുക, എ ഇന്റർസെക്ഷൻ ബി കാണുക, എ മൈനസ് ബി കാണുക, ബി മൈനസ് എ കാണുക. നിങ്ങൾക്കറിയാം എ യൂണിയൻ ബി.
എ എന്ന സെറ്റിലെയും ബി എന്ന സെറ്റിലെയും എല്ലാം എടുത്തെഴുതുക. അപ്പോൾ ഒരു ഓർഡറിൽ എഴുതാം. 1 2 3 4 5 6 7 12. സോ ആൻസർ എ യൂണിയൻ ബി 1 2 3 4 5 6 7 12. എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും എഴുതുക. ഓർഡറിൽ എഴുതണം നിർബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എഴുതിയത് വീണ്ടും എഴുതരുത്, അത്രേ ഉള്ളൂ. എ ഇന്റർസെക്ഷൻ ബി, എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും കോമൺ 2 രണ്ടിടത്തുണ്ട്, 3 രണ്ടിടത്തുമുണ്ട്, 5 7 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ആൻസർ സെറ്റ് 2, 3. എ ഇന്റർസെക്ഷൻ ബി എന്താണ്? സെറ്റ് 2, 3. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് എഴുതുക, പൊതുവായിട്ടുള്ളത് എഴുതുക. നെക്സ്റ്റ് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുണ്ടാകണം, ബിയിലുണ്ടാകാൻ പാടില്ല. 2 എയിലുണ്ട് ബിയിലുണ്ട് എഴുതാൻ പറ്റില്ല. 3 എയിലുണ്ട് ബിയിലുണ്ട് എഴുതാൻ പറ്റില്ല. 5 എയിലുണ്ട് എന്നാൽ ബിയിലില്ല എഴുതണം. 7 എയിലുണ്ട് എന്നാൽ ബിയിലില്ല. സോ എഴുതേണ്ട 2 എലമെന്റ് എന്താണ്? 5, 7. എയിലുള്ള എലമെന്റ്സേ എഴുതാവൂ, എന്നാൽ ബിയിൽ ഉണ്ടാകാൻ പാടില്ല. എ മൈനസ് ബി എന്താണ്? 5, 7. അടുത്ത് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിൽ ഉണ്ടാകണം, എയിൽ ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഈ 2ഉം 3ഉം ഇവിടെ ഉണ്ട്, എഴുതാൻ പറ്റത്തില്ല. പിന്നെ 1 4 6 12 അതിവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ആൻസർ 1 4 6 12. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വാസം. നെക്സ്റ്റ്, കൺസിഡർ ദ ഫംഗ്ഷൻ f of x equal to 1 when x less than 0, sorry x greater than 0, 0 x equal to 0, -1 when x less than 0. Write the name of the function. ഇത് എല്ലാം കൃത്യമായി പഠിക്കാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമുക്ക് സം സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ എന്ന ഒരു പോർഷൻ ഉണ്ട്, അതിൽ വരുന്നതാണ്. ഈ ഫംഗ്ഷന്റെ പേരെന്താണ്? സിഗ്നം ഫംഗ്ഷൻ. സോ ഇതിന്റെ ഫംഗ്ഷന്റെ പേര് സിഗ്നം ഫംഗ്ഷൻ. റൈറ്റ് ദ റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ആൻസർ, y വാല്യൂ. ഇവിടെ ആൻസർ 3 3 നമ്പറേ ഉള്ളൂ. സോ റേഞ്ച് ഈക്വൽ ടു സെറ്റ് 1, 0, -1. അങ്ങനെയാണ് എഴുതേണ്ടത്. എന്താണ് റേഞ്ച് എന്ന് പറയുന്നത്? സെറ്റ് 1, 0, -1. ഇതാണ് റേഞ്ച്. നെയിം ഓഫ് ദ ഫംഗ്ഷൻ സിഗ്നം ഫംഗ്ഷൻ. ഇനി ഇതിന്റെ ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് x 0 ആകുമ്പോൾ വാല്യൂ 0 ഇവിടെ ഡാർക്കൺ ചെയ്യുക. x പോസിറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് വാല്യൂസിന്റെ y വാല്യൂ എന്താണ്? 1. ഇതാ ഇങ്ങോട്ട് വരയ്ക്കുക. x നെഗറ്റീവ് ആകുമ്പോൾ x വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ ആൻസർ -1 ഇങ്ങോട്ട് വരയ്ക്കുക. സിഗ്നം ഫംഗ്ഷൻ ഓർമ്മിച്ചാൽ മതി. ഇവിടെ 1 തൊടൂല എന്ന് കാണിക്കാനാണ് ഒരു സ്മോൾ സർക്കിൾ. ഇവിടെ -1 തൊടൂല എന്ന് കാണിക്കാനാണ് സ്മോൾ സർക്കിൾ. ഇവിടെ ഡാർക്കൺ ചെയ്യണം. x 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0. ഇതേപോലെ മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് മസ്റ്റായിട്ട് വരച്ച് പഠിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ റിവിഷൻ ക്ലാസ്സിലുണ്ട്. പബ്ലിക് എക്സാമിനേഷന് മോഡുലസിന്റെ ഗ്രാഫ് വരയ്ക്കാനായിരിക്കും ചോദിക്കാൻ സാധ്യത കൂടുതൽ. ക്വസ്റ്റ്യൻ നമ്പർ 11, ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ദ ഡിഗ്രി മെഷർ ഓഫ് π/2 റേഡിയൻ. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി, അതറിയണം കേട്ടോ. 180/2 എത്രയാണ്? 90 ഡിഗ്രി, വിച്ച് ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, sin x equal to 3/5. x lies in second quadrant. Find the values of cos, tan and cosec x. അപ്പോൾ നമുക്ക് sin x ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. റഫായിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഈ ആംഗിൾ x എന്ന് എടുക്കാം. sin x എന്താണ്? 3/5. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനിയസ്. അപ്പൊ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് 3, ഹൈപ്പോട്ടിനിയസ് എന്താണ്? 5. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഹൈപ്പോട്ടിനിയസ് 5. ഇത് 3ഉം 5ഉം ആണെങ്കിൽ ഇത് എന്തായിരിക്കും? അല്ലെ, പൈതഗോറിയൻ ട്രിപ്പിലെറ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ 4 കിട്ടാൻ വേണ്ടി √5ന്റെ സ്ക്വയർ 25 -9 3ന്റെ സ്ക്വയർ 25 9 കുറച്ചാൽ 16, √16 4. പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് തേർഡ് സൈഡ് കണ്ടെത്താം. നീളം കൂടിയ സൈഡ് കാണണമെങ്കിൽ സം ചെയ്യണം, നീളം കുറഞ്ഞ സൈഡ് ആണെങ്കിൽ കുറയ്ക്കണം. അല്ലെ, 3 4 5 അത് കാണാതെ പഠിച്ചാലും ഇവിടെ 4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 3 സൈഡ് കിട്ടി. ഇനി കാണേണ്ടത് sin x തന്നിട്ടുണ്ട്. sin x എന്നാൽ cosec x എന്തായിരിക്കും? ഇവന്റെ റെസിപ്രോക്കൽ 3/5ന്റെ റെസിപ്രോക്കൽ 5/3. അടുത്ത cos എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനിയസ്. അപ്പൊ എന്ത് കിട്ടും? 4/5. ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് കോസിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അടുത്ത cos കിട്ടിയാൽ sec എന്തായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കൽ -5/4. അടുത്ത tan എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇപ്പൊ 3/4. സെക്കൻഡ് ക്വാഡ്രന്റിൽ ടാൻ എന്താണ്? നെഗറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ട്രിഗണോമെട്രി ആണ്, അത് പഠിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, അതിന്റെ കോൺജുഗേറ്റ് കാണുക, മോഡുലസ് കാണുക, മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കാണുക. 2 + 3i ഇതിന്റെ കോൺജുഗേറ്റ് 2 - 3i. ഇമാജിനറി പാർട്ടിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് കോൺജുഗേറ്റ്. പ്ലസ് വന്നാൽ മൈനസ്, മൈനസ് വന്നാൽ പ്ലസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇസഡ് ബാർ കോൺജുഗേറ്റിന് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇസഡ് ബാർ 2 - 3i. അടുത്ത മോഡുലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ √ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ 2ന്റെ സ്ക്വയർ പ്ലസ്
ഇമാജിനറി പാർട്ട് ഐയുടെ കൂടെ ഇരിക്കുന്നവന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ 4 പ്ലസ് 3ന്റെ സ്ക്വയർ 9 കൂട്ടിയാൽ റൂട്ട് 13. മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കാണാൻ ഒരു ഫോർമുലയുണ്ട്, ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ. ഇസഡ് ബാർ എന്തായിരുന്നു നമുക്ക് കിട്ടി 2 - 3i ബൈ മോഡ് ഇസഡിന്റെ സ്ക്വയർ, മോഡ് ഇസഡ് മോഡുലസ് വാല്യൂ റൂട്ട് 13 അതിന്റെ സ്ക്വയർ 13. ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി 2/13 മൈനസ് 3/13i. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആയിട്ട് പഠിക്കുക, പബ്ലിക് എക്സാമിനേഷനും ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. രണ്ട് കോമ്പിനേഷൻ ഈക്വൽ ആണ്, NC8 ഈക്വൽ ടു NC2 എങ്കിൽ n എന്ന് പറയുന്നത് എന്തായിരിക്കും? f+b. ഇത് തമ്മിൽ ആഡ് ചെയ്യണം. 8+2 എത്രയാണ് ആൻസർ? 10. ഫൈൻഡ് NC2. NC2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ 10C2. n 10 ആണല്ലോ, അപ്പോൾ 10C2 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. ആൻസർ എന്ത് കിട്ടും? 45 എന്ന് കിട്ടും. നെക്സ്റ്റ്, ഹൗ മെനി വേസ് ക്യാൻ എ കമ്മിറ്റി ഓഫ് 3 men and 2 women be selected out of 7 men and 5 women? 7 പുരുഷന്മാരിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യണം. എത്ര രീതിയിൽ പോസിബിൾ ആണ്? സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ. സോ ആൻസർ 7C3. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 5 സ്ത്രീകൾ 2 സ്ത്രീകളെ സെലക്ട് ചെയ്യണം, അപ്പോൾ 5C2. സോ ഫൈനൽ ആൻസർ 7C3 ഇൻറ്റു 5C2 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 350 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് f+b ദ ഹോൾ റൈസ് ടു n. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്താണ്? n+1, ഒരു ടേം കൂടുതലായിരിക്കും. നെക്സ്റ്റ്, എക്സ്പാൻഡ് 1 - 2x ദ ഹോൾ റൈസ് ടു 5. ബൈനോമിയൽ തിയറം യൂസ് ചെയ്യണം. നിങ്ങൾക്കറിയാം ഇവിടെ n എന്ന് പറയുന്നത് 5 ആണ്, അപ്പോൾ 5C0 ഫസ്റ്റ് ടേം റൈസ് ടു മാക്സിമം പവർ. അടുത്ത് ഓൾട്ടർനേറ്റീവ് സൈൻ ചെയ്യണം. ആദ്യം പ്ലസ് ആയിരുന്നു, അടുത്ത മൈനസ്. ഇവിടെ മൈനസ് ആയതുകൊണ്ടാണ്, പ്ലസ് ആണെങ്കിൽ എല്ലാം പ്ലസ് ആയിരിക്കും. മൈനസ്, അടുത്ത് 5C1, അടുത്ത് 1/4. ഈ ആദ്യത്തെ ടൈം 1 ആണെങ്കിൽ പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ സെക്കൻഡ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആദ്യത്തെ ടൈമിന്റെ പവർ കുറച്ച് എഴുതണം, രണ്ടാമത്തെ പവർ കൂട്ടി എഴുതണം. അതാണ് കഥ. അപ്പൊ -5C1 സെക്കൻഡ് ടൈം എന്താണ്? 2x പ്ലസ് 5C2 സെക്കൻഡ് ടൈം പവർ കൂട്ടണം 2x ദ ഹോൾ സ്ക്വയർ മൈനസ് 5C3 2x ദ ഹോൾ ക്യൂബ് പ്ലസ് 5C4 2x ദ ഹോൾ റൈസ് ടു 4 മൈനസ് 5C5 2x ദ ഹോൾ റൈസ് ടു 5. 5C5 രണ്ടും ഒരുപോലെ വരുമ്പോൾ അതായിരിക്കും ലാസ്റ്റ് ടൈം, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം സെക്കൻഡ് ടൈം 2x റൈസ് ടു 5 മാക്സിമം പവർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം 1 ആയതുകൊണ്ടാണ് അത് എഴുതാത്തത്. അല്ലെങ്കിൽ ഇവിടെ 1/4, ഇവിടെ 1/4, ഇവിടെ 1 ക്യൂബ്, ഇവിടെ 1 സ്ക്വയർ, ഇവിടെ 1/1. ലാസ്റ്റ് ടൈമിൽ അത് എലിമിനേറ്റ് ചെയ്തു പോകും. അങ്ങനെയാണ് എഴുതേണ്ടത്. ആദ്യത്തെ ടൈം പവർ ഒന്ന് കുറച്ച് എഴുതുക, രണ്ടാമത്തെ ടൈം പവർ ഒന്ന് കൂട്ടി എഴുതുക. ഇതാണ് കഥ. ഇനി കാൽക്കുലേറ്റർ എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 5C0 1, അടുത്ത 5C1 എന്ന് പറഞ്ഞാൽ 5, 5 × 2x 10x, അടുത്ത 5C2 എന്ന് പറഞ്ഞാൽ 10, 10 × 2 സ്ക്വയർ, 10 × 4 40, പിന്നെ എന്താണ് x സ്ക്വയർ. അടുത്ത 5C3 എന്ന് പറഞ്ഞാൽ 10, 2ന്റെ ക്യൂബ് 8, 10 × 8 80, പിന്നെ എന്താണ് x ക്യൂബ്. 2/4 16, ഇത് 5, 5C4 5, 16 × 5 80, x/4. അടുത്ത മൈനസ് 5C5 1 ആണ്, 2/5 32 x/5. സിംപ്ലിഫൈ ചെയ്ത് പഠിക്കുക. ഇത് മാത്രമേ പഠിക്കാനുള്ളൂ, അതുകൊണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. Find foci, length of major axis, minor axis and length of latus rectum of the ellipse x²/36 plus y²/16 equal to 1. x² താഴെ ഇരിക്കുന്നത് വലിയ നമ്പർ ആണെങ്കിൽ അത് ഒന്നാമത്തെ ടൈപ്പ് എങ്കിൽ ഇത് a², ഇതെന്താണ് b². സോ a² എന്ന് പറയുന്നത് 36, b² 16. അപ്പൊ a എത്രയാണ്? 6, b എത്രയാണ്? √16 4. സി എന്നൊരു കോൺസ്റ്റന്റ് കണ്ടെത്തണം. ഫോർമുല √(s² - b²). 36 ന്ന് 16 കുറച്ചാൽ 20, അതിന്റെ റൂട്ടാണ് സി. അടുത്ത ഫോക്കൈ കാണുന്ന ഫോർമുല കാണാതെ പഠിക്കണം. +or - c, 0 +or - √20, 0. മേജർ ആക്സിസിന്റെ ഫോർമുല 2a, അപ്പൊ 2 × 6 12. മൈനർ ആക്സിസ് 2b, 2 × 4 8. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഫോർമുല 2b²/a, 2 × 16/a എത്രയായിരുന്നു? 6. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16/3. ഇനി എക്സെൻട്രിസിറ്റി ചോദിച്ചാൽ ആൻസർ c/a, അപ്പൊ √20 എന്താണ്? 6. അങ്ങനെയൊക്കെ ചോദിക്കാം. അത്തരത്തിലുള്ള ഫോർമുലകൾ കൂടെ നോക്കുക. ഓക്കെ, വെർട്ടിസസ് ചോദിക്കാം. വെർട്ടിസസ് ഇവിടെ ചോദിച്ചിട്ടില്ല. +or - a, 0 +or - 6, 0. ഇത്രയുമാണ് അതിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, ഒരു തികച്ചും അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്. സാധാരണ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ മാത്രമേ നെയിം ദ ഒക്ടന്റ് ചോദിക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 4 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 3 ഡയമെൻഷണൽ പ്ലെയിനിലെ.
അത് ഏത് ഒക്ടന്റിൽ ലൈ ചെയ്യുന്നു. ചില കുട്ടികൾ ഇത് കാണാതെ പഠിക്കും, ചില കാണാതെ പഠിക്കാതെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ എഴുതാറുണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റ് രീതി പഠിച്ചാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മോഡലിൽ ചോദിച്ചുകൊണ്ട് പബ്ലിക്കിനും ചോദിക്കാം. ബയോളജി സയൻസ് വിദ്യാർത്ഥികളും ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടേബിൾ വരയ്ക്കണം. ഇത് എക്സ് കോർഡിനേറ്റിന്റെ സൈൻ ആണ് ഇവിടെ കിടക്കുന്നത്, വൈ കോർഡിനേറ്റിന്റെ സൈൻ ഇസഡ് കോർഡിനേറ്റ്. ഇത് 8 ഒക്ടന്റ് 8 എണ്ണമാണ് കേട്ടോ. 1 2 3 4 5 6 7. അപ്പൊ ഈ പ്ലസും പ്ലസും ഒക്കെ എങ്ങനെ പഠിക്കും അല്ലെ? ഇതിന്റെ ഷോർട്ട് കട്ട് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതുപോലെ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലും ഇത് കാണാതെ പഠിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് പറയുന്നുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് മെത്തേഡ്. ഇവിടെ ഞാൻ ഒരു തട്ടിക്കൂട്ട് മെത്തേഡ് പറഞ്ഞു തരാം അല്ലെ. അഡ്ജസ്റ്റ്മെന്റ് മെത്തേഡാണ്, വെളിയിൽ ആരിടത്തും പറയരുത്. ഓക്കെ, ഇസഡ് കോർഡിനേറ്റ് ഈ ആദ്യത്തെ എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യം 4 പ്ലസ് ദെൻ 4 മൈനസ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതാണ് ഇവിടെ എഴുതുന്നത്. എങ്ങനെയാണ്? ആദ്യം 4 പ്ലസ് ദെൻ 4 മൈനസ്. അടുത്ത് ഇവിടെ എഴുതുന്നത് എങ്ങനെയാണ്? ആദ്യം 4 പ്ലസ് 4 മൈനസ്. അപ്പൊ അടുത്ത് 2 പ്ലസ് 2 മൈനസ്, 2 പ്ലസ് 2 മൈനസ്. കഥ സിമ്പിൾ അല്ലേ? അടുത്ത് എഴുതുമ്പോൾ 1 പ്ലസ് 2 മൈനസ്, അടുത്ത് 2 പ്ലസ് 2 മൈനസ്. മനസ്സിലായോ? ആദ്യം എന്താണ്? പ്ലസ്, അവസാനവും പ്ലസ്. അത് ഓർത്താൽ മതി. ആദ്യം പ്ലസ്, അവസാനം പ്ലസ്. പിന്നെ വരുന്നത് എന്താണ്? 2 മൈനസ് 2 പ്ലസ് 2 മൈനസ്. കഥ കഴിഞ്ഞു. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പഠിച്ചാൽ സംഗതി ഓർമ്മയിലിരിക്കും. ഈ ഒരു ടേബിൾ ഇതുവരെ റഫായിട്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ തന്നെ വരയ്ക്കുക. എന്നിട്ട് ഇനി നമുക്ക് എഴുതാം. നോക്കിയൊക്കെ 2 1 -5 ഏത് ഒക്ടന്റിൽ? ഇതെന്താണ്? പ്ലസ് പ്ലസ് സൈനാണ് നോക്കേണ്ടത് കേട്ടോ. പ്ലസ് പ്ലസ് മൈനസ്, പ്ലസ് പ്ലസ് മൈനസ്. എവിടെ? പ്ലസ് പ്ലസ് മൈനസ്. 5ാമത്തെ ഒക്ടന്റ്, അതാണ് 5th. അടുത്ത എന്താണ്? മൈനസ് മൈനസ് പ്ലസ്, മൈനസ് മൈനസ് പ്ലസ്, മൈനസ് മൈനസ് പ്ലസ്. എവിടെയാണ്? 3rd ഒക്ടന്റിൽ. അടുത്ത് പ്ലസ് മൈനസ് പ്ലസ്. കണ്ടോ? പ്ലസ് മൈനസ് പ്ലസ്, പ്ലസ് മൈനസ് പ്ലസ്. എവിടെയാണ്? പ്ലസ് മൈനസ് പ്ലസ്, പ്ലസ് 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 മൈനസ് പ്ലസ്. കണ്ടോ? 4th. അപ്പൊ ടേബിൾ വരച്ചാൽ വളരെ ഈസിയാണ്. അടുത്ത് മൈനസ് പ്ലസ് മൈനസ്, മൈനസ് പ്ലസ് മൈനസ്. എവിടെയാണ്? 6th ഒക്ടന്റ്. ഇങ്ങനെ ഈസി ആയിട്ട് തിരിച്ചറിയാം. ഈ ഷോർട്ട് കട്ട് ഇങ്ങനെ പഠിക്കാം. പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ ക്വാഡ്രന്റിന്റെ സൈൻ ഉപയോഗിച്ചാണ് ഇത് കാണാതെ പഠിക്കേണ്ടത്. അത് റിവിഷൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. വേണമെങ്കിൽ അത് നോക്കാം. ഇത് മതി, ധാരാളം. സോ 8 ക്വസ്റ്റ്യൻ. ഇതിനകത്ത് 1-2 ക്വസ്റ്റ്യൻ അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ 6 ക്വസ്റ്റ്യൻ കണ്ടെത്തുക ബുദ്ധിമുട്ടല്ല. ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും 8 ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റണമെന്നില്ല. നെക്സ്റ്റ് എസ്എ ക്വസ്റ്റ്യൻ. റൈറ്റ് ഫസ്റ്റ് 4 ടേംസ് of the sequence an equal to n by n plus 1 sequences and series എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. an തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം കാണാൻ n ന് 1 കൊടുക്കുക, 1 by 1 plus 1, 1 by 2. സെക്കൻഡ് ടേം കാണാൻ n ന് 2 കൊടുക്കുക, 2 by 2 plus 1, 2 by 3. അടുത്ത് തേർഡ് ടേം 3 കൊടുക്കുക, 3 by 3 plus 1, 4, 3 by 4. അടുത്ത് 4 കൊടുക്കുക, 4 by 5. വളരെ സിമ്പിൾ. അത് കോമ ആയിട്ട് എഴുതുക. 1 by 2, 2 by 3, 3 by 4, 4 by 5 which is the sequence. അടുത്ത ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഫൈൻഡ് സം ടു n ടേംസ് ഓഫ് ദ സീക്വൻസ് 5 plus 55 plus 555 plus etc. to n ടേംസ്. Sn ഈക്വൽ ടു ഇങ്ങനെ എഴുതുക. ഈക്വൽ ടു ഇതിൽ നിന്ന് കോമൺ ആയിട്ട് 5 പുറത്തെടുക്കുക. ഇവിടെ എല്ലാം 7 plus 77 plus 777 അങ്ങനെ ആയിരുന്നെങ്കിൽ 7 പുറത്തെടുക്കണം. ഇവിടെ 5 പുറത്തെടുത്താൽ എന്ത് കിട്ടും? 1 പ്ലസ് ഇവിടെ 11 പ്ലസ് ഇവിടെ എന്താണ് 5 പുറത്തെടുക്കുന്നു എന്ന് പറഞ്ഞാൽ 555 കാൽക്കുലേറ്റർ അടിച്ചാൽ 111 കിട്ടും. പ്ലസ് എക്സെട്ര ടു n ടൈംസ്. അടുത്താണ് കളി. ഒരു 9 ഡിവൈഡ് ചെയ്യുക. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇത് തന്നെയാണ് കളി. താഴെ ഒരു 9 ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് മേളിൽ മൊത്തത്തിൽ 9 മൾട്ടിപ്ലൈ ചെയ്യുക. 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് എക്സെട്ര ടു n ടൈംസ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടാകാൻ പാടില്ല. ഈക്വൽ ടു പുറത്തുള്ള 5/9 9നെ 10 മൈനസ് 1 എഴുതാം. 99നെ 100 മൈനസ് 1, 999നെ 1000 മൈനസ് 1 പ്ലസ് എക്സെട്ര ടു n ടൈംസ്. എന്നിട്ട് പോസിറ്റീവ് നമ്പർ എഴുതുക. 10 പ്ലസ് 100 പ്ലസ് 1000 പ്ലസ് എക്സെട്ര ടു n ടൈംസ്. -1 -1 -1 ഇതെല്ലാം കൂടെ n ടൈംസ് ഉണ്ട്. -1 -1 5 പ്രാവശ്യം കൂട്ടിയാൽ -5, -1 10 പ്രാവശ്യം കൂട്ടിയാൽ -10, -1 n ടൈംസ് കൂട്ടിയാൽ -n എന്ന് കിട്ടും. അത് ഓർമ്മിക്കണം. 5/9 ഇത് എന്ന് പറയുന്നത് ഒരു ജോമെട്രി പ്രോഗ്രഷൻ ആണ്. ഒരു 10 മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സീക്വൻസ് അല്ലേ. 10 അടുത്ത് 10 ഗുണിക്കുമ്പോൾ 100, 10 ഗുണിക്കുമ്പോൾ 1000. അതായത് ഇവിടെ ഫസ്റ്റ് ടേം എ എന്ന് പറഞ്ഞാൽ 10, ആഹ് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 10 ആണ്. എങ്കിൽ സം കാണുന്ന ഫോർമുല ഇതിന്റെ സമ്മല്ലേ കാണണ്ടേ? a ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1. അപ്പൊ a എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു r റൈസ് ടു n 10 റൈസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1. 10 1 കുറച്ചാൽ 9 മൈനസ് ഈ അവസാനമുള്ള n അതുപോലെ എഴുതുക. ഇത്രയും ചെയ്താൽ മതി. കൂടുതൽ സിംപ്ലിഫിക്കേഷൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. സോ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലെ എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ.
ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ്. 2 പോയിന്റ് തന്നാൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. y2 മൈനസ് y1, y കോർഡിനേറ്റ് കുറയ്ക്കുക. 6 മൈനസ് മൈനസ് 3, 6 മൈനസ് മൈനസ് 3 9 ഡിവൈഡഡ് ബൈ -2 മൈനസ് 5. അപ്പോൾ എന്നിട്ട് 9 ബൈ -7 9 ബൈ -7. നെക്സ്റ്റ് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ്. 2 പോയിന്റ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. 2 പോയിന്റ് എന്ന ലൈനിന്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ബൈ x2 മൈനസ് x1. ഫോർമുല പഠിക്കുക. ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. എന്ത് ചെയ്യുക? ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × y മൈനസ് 1. 3 കൊണ്ട് 2 ഗുണിക്കുക. 3y മൈനസ് 3. ഈ -5 കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കുക. -5x -5 എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരുമ്പോൾ ആൻസർ ആയി. നെക്സ്റ്റ് ഫൈൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ദിസ് വൺ ഫ്രം ദിസ് ലൈൻ. പോയിന്റിനെ x1 y1 എന്ന് എടുക്കുക. x1 2 y1 -3. ലൈനിന്റെ സ്റ്റാൻഡേർഡ് ഫോം, ജനറൽ ഫോം എന്താണ്? ax പ്ലസ് by പ്ലസ് c. അപ്പൊ a3 b -4 c2 അങ്ങനെ കമ്പയർ ചെയ്ത് എഴുതുക. abc x1 y1 എഴുതി, abc എഴുതി. ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല ax1 പ്ലസ് by1 പ്ലസ് c ബൈ റൂട്ട് ഓഫ് s² പ്ലസ് b². അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 6 -3 × -12 അടുത്ത് പ്ലസ് സി, അത് 2 ബൈ റൂട്ട് ഓഫ് s² പ്ലസ് b². 3ന്റെ സ്ക്വയർ 9 -2 16. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 20/5 ഡിസ്റ്റൻസ് 4 എന്ന് കിട്ടും. സിമ്പിൾ ഫോർമുലകൾ പഠിച്ച കുട്ടിക്ക് അതൊരു പ്രശ്നമേ അല്ല, അല്ലാത്തവർക്ക് അതൊരു പ്രശ്നമായിരിക്കും. നെക്സ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഡാറ്റ, ഫൈൻഡ് മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്ലാസ് എഴുതുക, ഫ്രീക്വൻസി എഴുതുക. ഇത്രയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അടുത്ത് എക്സ് എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ. എങ്ങനെയാണ് കിട്ടുന്നത്? ഇവ തമ്മിൽ കൂട്ടുക. 0 + 10 10, അതിന്റെ പകുതി എടുക്കുക 5. 10ഉം 20ഉം കൂട്ടിയാൽ 30, അതിന്റെ പകുതി 15. 20 30ഉം കൂട്ടിയാൽ 50, പകുതി 25. 30 40ഉം കൂട്ടിയാൽ പകുതി 30 40 70, അതിന്റെ ഹാഫ് 35. അടുത്ത 90 ഹാഫ് എന്നാണ് 45. അപ്പൊ മിഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അടുത്ത് കാണേണ്ടത് fx. ഇതും കൂടെ ഗുണിച്ചെഴുതുക. 7 × 5 35, 15 × 15 225, 5 × 25 125, 13 × 35 455. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. 10 × 45 450. ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുക, ആവശ്യമുണ്ട്. ഈ എഫും എല്ലാം കൂടെ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി കാണേണ്ടത് fx². വളരെ എളുപ്പമാണ്. ഇങ്ങനെ നോക്കി, fx കിട്ടാൻ എഫും എക്സും കൂടെ ഗുണിച്ചെഴുതി. അടുത്ത fx² കിട്ടാൻ ഈ fxഉം ഈ എക്സും കൂടെ ഗുണിച്ചാൽ മതി. ഇതും കൂടെ ഗുണിച്ചാൽ ഈ ടേബിൾ കിട്ടും. 5 × 35 175, 15 × 225. ഇതാണ് ഏറ്റവും സിമ്പിൾ. പലരും x² ഒക്കെ കണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സ്റ്റെപ്പ് കൂട്ടും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ദിസ് ഈസ് ദ ഷോർട്ട് കട്ട്. നെക്സ്റ്റ് 25 × 125 എഴുതുക. 35 × 4 45, 55 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുക, കാൽക്കുലേറ്ററിൽ കൊടുക്കുക. ഓരോന്നായിട്ട് ചെയ്യാം. മീൻ കാണുന്ന ഫോർമുല സിഗ്മ fx ബൈ ക്യാപിറ്റൽ N. fx എല്ലാം കൂടെ കൂട്ടി കിട്ടുന്നതാണ് സിഗ്മ fx. 1290 ബൈ 50. കാൽക്കുലേറ്റർ കൊടുത്ത ആൻസർ ആയി. അടുത്ത വേരിയൻസ് കാണുന്ന ഫോർമുല സിഗ്മ fx². ഇവിടെ സ്ക്വയർ ഇട്ടോണേ, ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സിഗ്മ fx² ബൈ ക്യാപിറ്റൽ N മൈനസ് x². സിഗ്മ fx² എന്താണ്? ഇതായിരിക്കുന്നത് 42 ബൈ ക്യാപിറ്റൽ N. ക്യാപിറ്റൽ N എത്രയാണ്? 50 മൈനസ് x². 25.8ന്റെ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 191.36 എന്ന് കിട്ടും. ഓർമ്മിക്കുക, നോട്ട് ദ പോയിന്റ്. സിഗ്മ fx² അതാണ് ഫോർമുല കേട്ടോ. ഈ സാധനം സിഗ്മ fx² ബൈ ക്യാപിറ്റൽ N മൈനസ് x². 191.36. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഫോർമുല റൂട്ട് ഓഫ് വേരിയൻസ്. റൂട്ട് ഓഫ് വേരിയൻസ് എന്താണ്? റൂട്ട് വേരിയൻസ് തൊട്ട് മേളിൽ കിട്ടി 191.36. കാൽക്കുലേറ്റർ കൊടുത്താൽ 13.83, വിച്ച് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്ന ഫോർമുല റൂട്ട് ഓഫ് വേരിയൻസ്. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. എ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് at least one tail occurs? ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. വാട്ട് ആർ ദ പോസിബിലിറ്റീസ്? അതാണ് സാമ്പിൾ സ്പേസ്. ഹെഡ് ആദ്യം ഹെഡ്, രണ്ടാമത് ടെയില്, ആദ്യം ടെയില്, രണ്ടാമത് ഹെഡ്, ടെയില് 4 പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ n of s 4. ഇവിടെ a എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? അറ്റ്ലീസ്റ്റ് 1 tail occurs. ഇതിന്റെ പ്രോബബിലിറ്റി ആണ് കാണേണ്ടത്. അത് a എന്ന് കൊടുക്കുക. ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് 1 tail, കുറഞ്ഞത് ഒരു ടെയിലെങ്കിലും ഉള്ളത് എഴുതുക. എന്ന് പറഞ്ഞാൽ ഒരു ടെയിൽ ഉള്ളത് എഴുതണം, 2 ടെയിൽ ഉള്ളത് എഴുതണം. അപ്പൊ ഇതെഴുതണം.
3 എലമെന്റ് ഉണ്ട്. ആദ്യത്തെ എഴുതാൻ പറ്റുമോ? ഇല്ല. കുറഞ്ഞത് ഒരു ടെയിലെങ്കിലുമുള്ള എലമെന്റ്സ് എഴുതുക. അതാണ് എ എന്ന ഇവന്റ്. നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ. ഫോർമുല എന്താണ്? n ഓഫ് എ ബൈ n ഓഫ് എസ്. ഫേവറബിൾ കേസസ് എത്രയാണ്? 3 ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 4. ആൻസർ 3/4. നെക്സ്റ്റ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ വർഷം പബ്ലിക്കിന് ഉറപ്പായിട്ട് ചോദിക്കും. പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി. പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി കാണുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.42, ഇത് 0.48 മൈനസ് ഇതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റർ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.74. അടുത്ത് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് കോംപ്ലിമെന്റ്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ അത് സിംഗിൾ കോംപ്ലിമെന്റ് ആക്കാൻ ഡി മോർഗൻസ് ലോ ഉപയോഗിക്കാം. ഇന്റർസെക്ഷൻ യു ആകും, യൂണിയൻ ആകും. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഒരു ഫോർമുലയുണ്ട്, 1 മൈനസ് പി ഓഫ് എ. കോംപ്ലിമെന്റ് കളയാൻ 1 മൈനസ് കൊടുക്കണം. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, ഇത് പ്രോപ്പർട്ടിയാണ്, വെരി വെരി ഇമ്പോർട്ടന്റ്, പഠിക്കണം. ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി 0.74 ഈക്വൽ ടു 0.26. സോ വളരെ ഈസി ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻ ആണ് എസ് എ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതുക, 3 ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബയോളജി സയൻസ് വിദ്യാർത്ഥികളും ഈ ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കൊമേഴ്സ് വിദ്യാർത്ഥികൾ മസ്റ്റായിട്ട് ഇതിന്റെ പ്രൊസീജിയർ, ഓരോ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് എഴുതി പഠിക്കുക. പബ്ലിക് എക്സാമിനേഷൻ ഇതേ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും പബ്ലിക് എക്സാമിനേഷൻ മികച്ച രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.